ശരിക്കും ഇറാൻ അണുവായുധം നിർമ്മിക്കുമോ? ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം മസൂദ് പെഷസ്കിയാൻ ഇറാന്റെ പ്രസിഡന്റ് പറഞ്ഞതാണ് ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലോട്ട് വരുന്ന ഒരു കാര്യം. അതായത് പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ആയത്തുള്ള അലി ഖമൈനെ ജീവിച്ചിരിക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ ഇറാന്റെ ഒരു ഫത്വയുണ്ട്. അതായത് ഈ അണുവായുധം എന്ന് പറയുന്നത് അനിസ്ലാമികമാണ്, അത് ഇറാൻ നിർമ്മിക്കില്ല എന്നുള്ളൊരു കാര്യം. അപ്പോ ഇറാൻ അണുവായുധം നിർമ്മിക്കത്തില്ല എന്നുള്ളത് അന്താരാഷ്ട്ര വേദിയിലോ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ആ ഒരു കമ്മിറ്റിയുടെ മുന്നിൽ എവിടെ വേണമെങ്കിലും ഇറാൻ അത് പറയാൻ തയ്യാറാന്നാ പറയുന്നത്. അപ്പൊ അത് ട്രംപ് അടക്കം അത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, റീപോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം. പക്ഷേ അതിനകത്ത് പെഷസ്കിയാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. യുറേനിയം എൻറിച്ച്മെന്റിന്റെ കാര്യത്തിൽ അത് ഞങ്ങളുടെ അവകാശവാദമാണ്, അത് ഞങ്ങൾ നടത്തുമെന്നും കൂടെ പറയുന്നുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കും യുറേനിയം എൻറിച്ച്മെന്റ് ഞങ്ങൾ നടത്തും എന്നും പറയുന്നുണ്ട്, അണുവായുധം ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഇവിടെ നമ്മൾ ഈ യുറേനിയം എൻറിച്ച്മെന്റിന്റെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 3 മുതൽ 5% വരെ എൻറിച്ച്ഡ് യുറേനിയം മതി ശരിക്ക് വൈദ്യുതി ഉണ്ടാക്കാൻ, അതായത് എനർജി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ. അതായത് ഈ പറയുന്ന ന്യൂക്ലിയർ ഫിഷനോ ഫ്യൂഷനോ ഒക്കെ ഈ പറയുന്ന റിയാക്ടറിന്റെ അകത്ത് സംഭവിക്കുമ്പോൾ അത് മൂലം ഉണ്ടാകുന്ന ചൂട്, ആ ഹീറ്റിൽ നിന്നുണ്ടാവുന്ന എന്താ പറയാ നീരാവി, അത് ഉപയോഗിച്ചിട്ട് ടർബൈൻ കറക്കുന്നു, അങ്ങനെ കറണ്ട് ഉത്പാദിപ്പിക്കുന്ന പരിപാടിയാണ് സത്യത്തിൽ ഈ പറയുന്ന ന്യൂക്ലിയർ റിയാക്ടറിനകത്ത് നടക്കുന്നത്. അപ്പോ അങ്ങനെ ഇവർക്ക് ഇപ്പൊ ഈ പറയുന്ന എനർജി ആവശ്യത്തിന് വേണ്ടിയിട്ട് എൻറിച്ച്മെന്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അത് 3 മുതൽ 5% വരെ മതി. ഇനിയിപ്പോ അതല്ല, അപ്പൊ അതല്ലാതെ ഇപ്പോ ഇറാൻ ഇപ്പോ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഐസോട്ടോപ്പുകളൊക്കെ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുന്നിടത്തോളം ഒരു 20 മുതൽ 30% എൻറിച്ച്മെന്റ് മതി. അപ്പൊ 20 മുതൽ 30% എൻറിച്ച്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഐസോട്ടോപ്പുകൾ പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. അത് മാത്രമല്ല, ഇപ്പൊ കാനഡ എന്ന് പറയുന്നത് ഈ എന്താ പറയാ ന്യൂക്ലിയർ വെപ്പൺ ഇല്ലാതെ എന്നാൽ ന്യൂക്ലിയർ റിയാക്ടർ ഉള്ള രാജ്യമാണ്. പിന്നെ ഉള്ളത് ചൈന, ഫ്രാൻസ്, റഷ്യ, ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളാണ്. ഇവരെല്ലാരും ന്യൂക്ലിയർ വെപ്പൺ ഉള്ള എന്നാൽ ന്യൂക്ലിയർ റിയാക്ടറുകളുള്ള രാജ്യങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോ ഈ ചർച്ച നടക്കുന്നതിന്റെ ഇടയ്ക്കാണ് യഥാർത്ഥത്തിൽ മസൂദ് പെഷസ്കിയാൻ ഈ ഒരു കാര്യം പറയുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ചർച്ചയില് യഥാർത്ഥത്തിൽ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ഇറാൻ നടത്തും, അത് തീരെ ഇല്ലാത്ത പരിപാടി നടക്കില്ല എന്നുള്ളത് ഈ പറയുന്ന ഓപ്പോസിറ്റ് പാർട്ടിനോട് പറയാന്. രണ്ടാമത്തെ ഒരു പോയിന്റ് ആണ് ആഭ്യന്തര രാഷ്ട്രീയത്തിലെ സമ്മർദ്ദം. അതായത് ഇപ്പോ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന കരാറ് MOU നിലവിൽ വന്ന അതേ സമയത്ത് തന്നെ അബ്ബാസ് അറാക്ചിക്ക് എതിരായിട്ട് പലതരത്തിലുള്ള എന്താ പറയാ ഈ സമരങ്ങള്, യഥാർത്ഥത്തിൽ സ്ട്രൈക്ക് ഈ പറയുന്ന ഇറാനിൽ നടന്നിട്ടുണ്ടായിരുന്നു. ടെഹറാനില് അബ്ബാസ് അറാക്ചി ഇറാന് വെറുതെ വിട്, അമേരിക്കയുടെ തൊഴുത്ത് കൊണ്ടുപോയി കെട്ടല്ലേ ഇറാനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രതിഷേധം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അമേരിക്കയുടെ മുന്നിൽ ഇറാൻ അടിയറവ് വെക്കുകയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു 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 വലിയ ജനവിഭാഗം യഥാർത്ഥത്തില് എക്സ്ട്രീമിസ്റ്റുകളായിട്ടുള്ള കുറച്ച് ആൾക്കാർ യഥാർത്ഥത്തിൽ ഇറാനിലുണ്ട്. ആ ആൾക്കാരെ യഥാർത്ഥത്തിൽ അഡ്രസ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആര്, മസൂദ് പെഷസ്കിയാൻ. അവര് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ നിലപാട് ഇതാണ്, എന്നാ നമ്മളുടെ എൻറിച്ച്മെന്റ് തീരെ ഇല്ലാതാക്കുന്ന രീതിയിൽ ഇടപെടാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുന്ന ഒരു പോയിന്റ് യഥാർത്ഥത്തിൽ അവിടുത്തെ ആഭ്യന്തര രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞ പോലെയും, രണ്ടാമത് ഈ ചർച്ചയിലേക്ക് പോയിട്ടുള്ള ആൾക്കാരെടുത്ത് തന്റെ അഭിപ്രായം എന്താണ് ഈ കാര്യത്തിൽ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടും കൂടെ ഈ പെഷസ്കിയാൻ പറഞ്ഞ പോലെയാണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പോ അവരിപ്പോ ഓൾറെഡി എൻറിച്ച്മെന്റ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഏകദേശം 60% എൻറിച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് യൂറോപ്പ് പറയുന്നത്. അമേരിക്കയും ഇസ്രായേലൊക്കെ പറയുന്നത് അതാണ്. 60% അവരെ എൻറിച്ച് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 90-ലേക്ക് എത്താൻ അധിക സമയം വേണ്ടെന്നാ പറയുന്നത്. 90% എൻറിച്ച് എൻറിച്ച്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിലാണ് ഒരു ന്യൂക്ലിയർ വെപ്പണെ ഉണ്ടാക്കാൻ പറ്റുക. അത് ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
90% എൻറിച്ച്ഡ് യുറേനിയം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരു ബോംബൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതിന് ഡിസൈൻ അങ്ങനെ കുറെ പരിപാടികളുണ്ട്. എന്നിരുന്നാൽ കൂടെ അപ്പൊ പിന്നെ അമേരിക്കയും ഈ ഇറാനെ ഒട്ടും വിശ്വസിക്കാതെ ഇങ്ങനെ ഒരു ഫത്വ ഉണ്ടായിട്ട് കൂടെ ഇറാന്റെ മേലെ എന്തിനാണ് ഇത്തരം ഉപരോധങ്ങൾ ഇവർ ഉണ്ടാക്കും എന്നുള്ള പേടിയിൽ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അപ്പോ ഇറാനിലെ കടുത്ത വലതുപക്ഷക്കാരായിട്ടുള്ള രാഷ്ട്രീയക്കാരെ അല്ലെ അത്തരം ആൾക്കാരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാനും തന്റെ നിലപാട് അമേരിക്കക്ക് മുന്നിൽ അടിയറ വെച്ചിട്ടില്ല എന്ന് കാണിക്കാനും കൂടെ ആയിട്ടാണ് പെഷസ്കിയാൻ ഒന്നാമത് ആ ഒരു കാര്യങ്ങൾ പറയുന്നത്. പിന്നെ അടുത്തത് ചർച്ചകളിൽ ഇളവ് നേടാനുള്ള ശ്രമം. അതായത് ചർച്ച എന്ന് പറയുമ്പോൾ ഒരു കൂട്ടർക്കും സമ്മതമായിട്ടുള്ള ഒരു പോയിന്റിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. അവിടെ അമേരിക്കക്ക് മൊത്തത്തിൽ അടിയറവ് വെച്ചിട്ട് ഈ പറയുന്ന ന്യൂക്ലിയർ പ്രോഗ്രാമുകളെല്ലാം തന്നെ അമേരിക്കക്ക് കൊടുത്തിട്ട് അങ്ങനെ ചെയ്തിട്ട് പിന്നെ ഈ റെജിമിന് അവിടെ നിലനിൽപ്പില്ല. എന്നാൽ അമേരിക്കനെ തള്ളാൻ പറ്റുമോ? അതുമില്ല. അതൊരു പ്രശ്നമാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള ഒരു പോയിന്റിന്, ഒരു മിഡിൽ പോയിന്റിനെ പിടിക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ശ്രമിക്കുകയാണ് മസൂദ് പെഷസ്കിയാൻ. ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കില്ല, പക്ഷെ ഞങ്ങൾ എൻറിച്ച്മെന്റ് നടത്തും. എൻറിച്ച്മെന്റ് നടത്തുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി പിന്മാറിയാലും ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ബോംബ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു കൈൻഡ് ഓഫ് സാധനം മുന്നോട്ട് വെക്കുകയാണ്. അപ്പൊ പല രാജ്യങ്ങളും ചർച്ചകളുടെ തുടക്കത്തിൽ കടുത്ത നിലപാട് പ്രഖ്യാപിക്കുകയും പിന്നീട് പരസ്പര വിട്ടുവീഴ്ചയിലൂടെ ധാരണയിൽ എത്തുകയും ചെയ്യും. അപ്പൊ ആ ധാരണയിൽ എത്താൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് അടിയറവ് വെച്ച് ധാരണയിലേക്ക് എത്തരുത്. പകരം എന്താവണം, അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു മിഡിൽ പോയിന്റ് പിടിക്കാനുള്ള ശ്രമം കൂടെയാണ് യഥാർത്ഥത്തിൽ പെഷസ്കിയാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, ഇറാനിൽ കാലാകാലങ്ങളായി വന്നിട്ടുള്ള എല്ലാ പ്രസിഡന്റുമാരുടെയും ഒരു നിലപാട് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് സമാധാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കുള്ള ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പരിപാടി ഞങ്ങൾ നടത്തും എന്നുള്ളതാണ്. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന്, ഈ പറയുന്ന ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്കുള്ള ഒരു ഇൻഫർമേഷൻ കൂടിയാണ് അത്. പിന്നെ ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ ഏറ്റവും തീവ്ര നിലപാടുകാരായിട്ട് ആൾക്കാരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി. പിന്നെ പരമ്പരാഗതമായിട്ട് ഇറാനിൽ വന്നിട്ടുള്ള എല്ലാ പ്രസിഡന്റുമാരുടെയും നിലപാട് ഇത് തന്നെയായിരുന്നു. ഞങ്ങൾ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കില്ല, പക്ഷെ സമാധാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എൻറിച്ച്മെന്റ് നടത്തും. അത് 3 മുതൽ 5% വരെ ഈ പറയുന്ന എനർജിക്ക് വേണ്ടിയിട്ടും 20 മുതൽ 30% വരെ മെഡിക്കൽ ആവശ്യങ്ങൾക്കും അതിന്റെ റിസർച്ചിനും വേണ്ടിയിട്ട്, റിസർച്ചും കൂടെ അവിടെ ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് 40-50% വരെ എന്ന് പറയുകയാണെങ്കിൽ കൂടെ റിസർച്ചിന് വേണ്ടിയിട്ടും കൂടെയാണ്. അപ്പൊ ഐസോട്ടോപ്പുകൾ നിർമ്മിക്കുക പോലെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ആ റിസർച്ചിനും കൂടെ വേണ്ടിയിട്ടാണ് ഇത്ര അധികം എൻറിച്ച്മെന്റ് നടത്തുന്നത്. അത് ആ രാജ്യത്തിന് അവകാശമുള്ള കാര്യം തന്നെയാണ് താനും. ഈവൻ ന്യൂക്ലിയർ വെപ്പൺ ഇല്ലാത്ത കാനഡക്ക് ഒരു റിയാക്ടർ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടത് ഇറാൻ ആയിക്കൂടാ എന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്.